ക്യൂറ്റി ആൻഡ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി കടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് യൂണിവേരിയേറ്റ് ആൻഡ് ബൈവേരിയേറ്റ് ഡാറ്റ അനാലിസിസിനെ കുറിച്ചാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറി ഭാഗങ്ങൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. നമുക്ക് ആദ്യം യൂണിവേരിയേറ്റ് ഡാറ്റ അനാലിസിസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ യൂണിവേരിയേറ്റ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ആൻഡ് ഡിസ്ക്രൈബ് വൺ വേരിയബിൾ ഓർ ആട്രിബ്യൂട്ട് അറ്റ് എ ടൈം. ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് അതിനെ മാത്രം വെച്ച് നടത്തുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ യൂണിവേരിയേറ്റ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ ഇവിടെ യൂണിവേരിയേറ്റ് അനാലിസിസ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് യൂസ്ഡ് ടു അനലൈസ് ആൻഡ് സമ്മറൈസ് എ സിംഗിൾ വേരിയബിൾ ഓർ ആട്രിബ്യൂട്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? എ സിംഗിൾ വേരിയബിൾ ഓർ ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിനെയാണ് നമ്മൾ യൂണിവേരിയേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. യൂണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ വൺ എന്നാണ് അർത്ഥം അല്ലേ. ഒരു വൺ സെറ്റ് ഓഫ് ഡാറ്റ, അതായത് ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് യൂണിവേരിയേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് യൂണിവേരിയേറ്റ് അനാലിസിസ് ഡാറ്റ അനാലിസിസിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ പഠിച്ചു വയ്ക്കുക. എന്താണ് യൂണിവേരിയേറ്റ് അനാലിസിസ് എന്നുള്ളത് ആദ്യത്തെ സെൻറ്റൻസിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അനലൈസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സാം സ്കോർ ടു അണ്ടർസ്റ്റാൻഡ് ദ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ എക്സാം സ്കോർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രം എടുക്കുന്നു അല്ലേ. ഒറ്റ വേരിയബിളാണ് എടുത്തിരിക്കുന്നത്. എക്സാം സ്കോർ മാത്രം വെച്ചുകൊണ്ട് എത്രമാത്രം നന്നായിട്ടാണ് സ്റ്റുഡൻസ് പെർഫോം ചെയ്തതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ മാർക്ക് എടുത്തുകൊണ്ട് അതിൻ്റെ ആവറേജ് വേണം നമുക്ക് കണ്ടെത്താം, അല്ലെങ്കിൽ മീൻ കണ്ടെത്താം, മീഡിയം കണ്ടെത്താം അല്ലേ. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് ഈ രീതിയിൽ ഒരു ഒറ്റ വേരിയബിൾ മാത്രം എടുത്തുകൊണ്ടാണ് അനാലിസിസ് നടത്തുന്നത്. അത് യൂണിവേരിയേറ്റ് ഡാറ്റ അനാലിസിസ് എന്നാണ് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് യൂണിവേരിയേറ്റ് അനാലിസിസ്. നമുക്ക് യൂണിവേരിയേറ്റ് അനാലിസിസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് നോക്കുക. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദി ഡാറ്റ ഇൻ എ സ്റ്റഡി. അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ഡാറ്റയുടെ ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മെത്തേഡാണ് അല്ലേ. അവിടെ ഡിസ്ക്രിപ്ഷനാണ് അല്ലെങ്കിൽ വിവരണമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഡാറ്റ സെറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് അത് നമ്മൾ സമ്മറൈസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് പ്രൊവൈഡ് സിമ്പിൾ സമ്മറൈസ് അബൌട്ട് ദ സാമ്പിൾ. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പിളിനെ കുറിച്ച് സിമ്പിളായിട്ടുള്ള സമ്മറി, അതിൻ്റെ ചുരുക്കത്തിലുള്ള വിവരണമാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. അതായത് എങ്ങനെയാണ് വാട്ട് ദ ഡാറ്റ ലുക്ക് ലൈക്ക് എന്നുള്ളത്, ഏത് രീതിയിലാണ് ആ ഡാറ്റ കാണപ്പെടുന്നത്, അതിനെക്കുറിച്ചുള്ള വിവരണം അല്ലേ. അപ്പോൾ നമുക്ക് ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ലൈക്ക് നമുക്ക് പല രീതിയിൽ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ടാബുലേഷന്, ആവറേജസ് കണ്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ട്രെൻഡ്സ്, ഇൻഡെക്സ് നമ്പേഴ്സ്, ഡിസ്പേഷൻ, സ്ക്യൂനസ്, കുർട്ടോസിസ്, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡുകളാണ് അല്ലേ. അതായത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ടാബുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസിങ് ദ ഡാറ്റ ഇൻ ടേബിൾ രൂപത്തിൽ നമ്മൾ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ടാബുലേഷൻ എന്നൊക്കെ പറയുക. ഡാറ്റ കളക്ട് ചെയ്ത് നമ്മൾ ടേബിൾ ഫോർമാറ്റിൽ അത് അവതരിപ്പിക്കുന്നു. പിന്നെ ആവറേജ് എന്ന് പറയുമ്പോൾ അവിടെ മീൻ, മീഡിയൻ, മോഡ് പോലുള്ള കാര്യങ്ങൾ. ഇതിന് ട്രെൻഡ് അനാലിസിസ് ഉണ്ട്, അതായത് ഒരു പാറ്റേൺ ഓവർ ടൈം നമ്മൾ കുറേ കാലത്ത് ഏതാണ് രീതി എന്നറിയാൻ വേണ്ടി. അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പറുകളാവാം അല്ലേ. അതായത് നമുക്ക് ഇൻഡെക്സ് നമ്പർ നമ്മൾ പ്രത്യേകിച്ച് പിന്നീട് പഠിക്കാനുണ്ട്. ഒരു ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് ക്യൂരിയിൽ തന്നെ പഠിക്കാനുണ്ടാവും. അല്ലെങ്കിൽ ഡിസ്പെർഷൻ ഉണ്ടാവാം, ഹൗ സ്പ്രെഡ് ഔട്ട് ദ ഡാറ്റ, നമ്മുടെ ഡാറ്റ എത്രമാത്രം സ്പ്രെഡ് ആണെന്നുള്ളതൊക്കെ. അതായത് നമുക്ക് റേഞ്ചും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷനൊക്കെയാണ് അതിൽ വരുന്നത്. അതും പിന്നീട് പഠിക്കാനുണ്ടാവും. സ്ക്യൂനസും കുർട്ടോസിസും ഒക്കെ അല്ലേ. അതായത് സ്ക്യൂനസ് അത് സ്ക്യൂഡ് എത്രമാത്രം ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, അല്ലെങ്കിൽ കുർട്ടോസിസിനെ സംബന്ധിച്ച് അത് പീക്ഡ് ആണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അരിത്മാറ്റിക് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ നെസസറി ഫോർ ഡിറൈവിംഗ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മറ്റൊന്ന്. Inferential statistics, it is a branch of statistics. It consists of those procedures which help in drawing inference about the characteristics of the population on the basis of a sample. അതായത് നമ്മളൊരു സാമ്പിളിൽ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഉള്ള ഇൻഫറൻസിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇൻഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കലായിട്ട് ചില കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് ഇൻഫർ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജിൽ മുഴുവൻ സ്റ്റുഡൻസിൻ്റെയും നമ്മുടെ സ്റ്റഡി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി
ഒരു 1000 കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നമ്മൾ 100 പേരെ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് അവരുടെ മാർക്ക് വെച്ചുകൊണ്ട് ആവറേജ് മാർക്ക് നമ്മൾ കണ്ടെത്തുന്നു. അതിൻ്റെ ബേസിൽ നമ്മൾ ആ കോളേജിലെ കുട്ടികളുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ഇങ്ങനെയാണ് എന്നുള്ള നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിക്കും അല്ലേ. അപ്പോൾ നമുക്ക് 1000 കുട്ടികളുള്ള കോളേജ് ആയതുകൊണ്ട് ആ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 1000 വരുന്നത്. നമ്മൾ 100 കുട്ടികളെയാണ് സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സാമ്പിൾ സൈസ് എത്രയാണ്? 100 അല്ലേ. അപ്പോൾ 100 കുട്ടികളിൽ നിന്ന് നമ്മൾ 1000 കുട്ടികളുടെ ആ പഠന നിലവാരത്തെക്കുറിച്ചുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഇൻഫർ ചെയ്തെത്തുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിനെയാണ്, അതായത് സാമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് മൊത്തത്തിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുന്ന ആ രീതിയാണ് നമ്മൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ വിഷ്വലൈസേഷനാണ് അടുത്തായിട്ട് വരുന്നത്. ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്ലോട്ടുകളും ചാർട്ടുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. യൂസിങ് പ്ലോട്ട്സ് ആൻഡ് ചാർട്ട്സ് ടു വിഷ്വലൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയബിൾ. ആ വേരിയബിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് എങ്ങനെയാണ് ആ ഡാറ്റയെ നമ്മളെന്നുള്ളത് പ്രസൻറ്റ് ചെയ്യുന്നത് ആ ചാർട്ടിൻ്റെ രൂപത്തിലൊക്കെ, അതായത് നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ കിട്ടാൻ വേണ്ടി, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ പാറ്റേണും മറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. നമുക്ക് ഹിസ്റ്റോഗ്രാം, ഒജീവ്, മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത്തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഓരോന്നും നമുക്ക് ഹിസ്റ്റോഗ്രാം, ഒജീവൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷനും അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് പാറ്റേണും ട്രെൻഡൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഹിസ്റ്റോഗ്രാം ആണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി വാല്യൂ അതിൻ്റെ ഇൻ്റർവൽസ് ഒക്കെ എടുത്തുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ തന്നെ ഒജീവ് നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഒക്കെ എടുത്തുകൊണ്ട് ടോട്ടൽ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മീൻ മീഡിയനൊക്കെ നമ്മൾ പറഞ്ഞതാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് അതിൽ വരുന്നത് അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനുണ്ട്, അതായത് ഡിസ്പെർഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തത് നമ്മൾ ബൈവേരിയറ്റ് ഡാറ്റ അനാലിസിസിലേക്കാണ് പോകുന്നത്. ബൈവേരിയറ്റ് ഡാറ്റ അനാലിസിസ് എന്ന് വെച്ചാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബൈവേരിയറ്റ് എന്ന് വെച്ചാൽ 2 എന്നാണ് അർത്ഥം. നമ്മൾ യൂണിവേരിയറ്റ് ഡാറ്റ അനാലിസിസിൽ ഒറ്റ വേരിയബിൾ അല്ലെങ്കിൽ ഒറ്റ ആട്രിബ്യൂട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ ബൈവേരിയറ്റ് ഡാറ്റ അനാലിസിസിൽ യൂസ് ടു അനലൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് അല്ലേ. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ ബൈവേരിയറ്റ് ഡാറ്റ അനാലിസിസ് പഠിക്കുന്നത്. ബൈവേരിയറ്റ് ഡാറ്റ അനാലിസിസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകം 2 വേരിയബിൾസ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ 2 ആട്രിബ്യൂട്ടുകൾ തമ്മിലുള്ള ബന്ധമാണ് അവിടെ പഠിക്കുന്നത് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റഡി അവേഴ്സും എക്സാം മാർക്കും തമ്മിലുള്ള ബന്ധം, സ്റ്റഡി അവേഴ്സ് എക്സാം മാർക്കിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് പഠിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ 2 വേരിയബിൾസാണ് ഉള്ളത്, സ്റ്റഡി അവേഴ്സും മറ്റൊന്ന് എക്സാം മാർക്കും അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഡാറ്റ അനാലിസിസിനെ ബൈവേരിയറ്റ് ഡാറ്റ അനാലിസിസ് എന്നാണ് പറയുന്നത്. ഇത് ടൈപ്സ് ഓഫ് ബൈവേരിയറ്റ് ഡാറ്റ അനാലിസിസ് അത് പല രീതിയിലുണ്ട്. സ്കാറ്റർ ഡയഗ്രാം ഉണ്ട്, അതായത് ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്കാറ്റർ ഡയഗ്രത്തിൽ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ട്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്തും ഡയറക്ഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടി കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ റിഗ്രഷൻ അനാലിസിസ് ആവാം. അത് പ്രഡിക്ഷന് വേണ്ടിയാണ് അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പ്രഡിക്ഷൻ നടത്താൻ വേണ്ടി. ദെൻ കണ്ടിൻജൻസി ടേബിൾ ആകാം, അതായത് അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 കാറ്റഗറിക്കൽ വേരിയബിൾ, 2 കാറ്റഗറിക്കൽ വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്, അത് മെയിലും ഫീമെയിലും അത്തരത്തിലുള്ള കാറ്റഗറിക്കലായിട്ടുള്ള 2 കാറ്റഗറിയായിട്ട് തരംതിരിക്കാവുന്ന വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കണ്ടിൻജൻസി ടേബിൾസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മറ്റു തരത്തിലുള്ള ഈ ഒരു ബൈവേരിയറ്റ് ഡാറ്റ അനാലിസിസിൻ്റെ കൂടുതൽ എക്സാമ്പിളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അനലൈസിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജ് ആൻഡ് ബ്ലഡ് പ്രഷർ, ഏജും BP-യും തമ്മിലുള്ള ബന്ധം. ഒപ്പം തന്നെ എക്സർസൈസ് ആൻഡ് വെയിറ്റ് ലോസ്, എക്സർസൈസും വെയിറ്റ് ലോസ്, എക്സർസൈസ് എത്രമാത്രം വെയിറ്റ് ലോസിനെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ 2 വേരിയബിൾസിൽ വരുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് അതിനെ ബൈവേരിയറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് മൾട്ടിവേരിയറ്റ് അനാലിസിസ് എന്താണെന്നുള്ളതാക്കാം. അപ്പോൾ മൾട്ടിവേരിയറ്റ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോർ ദാൻ 2 വേരിയബിൾസ് എന്നുള്ളതാണ് കേട്ടോ. ഒറ്റ വേരിയബിൾ ആണെങ്കിൽ യൂണിവേരിയറ്റ് അനാലിസിസ്, 2 വേരിയബിൾസ് ആണെങ്കിൽ അത് ബൈവേരിയറ്റ് ആവും. അപ്പോൾ 2ൽ കൂടുതൽ അല്ലേ, മോർ ദാൻ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്കതിന് എന്ത് വിളിക്കാം, അതിനെയാണ് മൾട്ടിവേരിയറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ വേരിയബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് മോർ ദാൻ 2 എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ, ഫാക്ടർ അനാലിസിസ്, ക്ലസ്റ്റർ അനാലിസിസ്, ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ്, അപ്പോൾ അത്തരത്തിലുള്ള പല ടൂളുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളാണ് മൾട്ടിവേരിയറ്റ് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് മൾട്ടിവേരിയറ്റ് അനാലിസിസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനലൈസിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ വേരിയബിൾസ് സച്ച് ആസ്,
അതായത് ഏജും ഇൻകം എഡ്യൂക്കേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ രണ്ടിൽ കൂടുതലുണ്ടല്ലേ. ഏജ് 1, ഇൻകം 2, എഡ്യൂക്കേഷൻ 3 അല്ലേ. അപ്പോൾ 3 വേരിയബിൾസ് ഇവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ 2ൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടി മൾട്ടി വേരിയറ്റ് ഡാറ്റ അനാലിസിസാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റിയും റെയിൻഫാളും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ക്രോപ്പ് ഈൽഡും കൂടെ അല്ലേ. അത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും റെയിൻഫാളും എല്ലാം ക്രോപ്പ് ഈൽഡിനെ, ഒരു വിളയെ ബാധിക്കുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? അപ്പോൾ ഈ 4 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതൊക്കെ മൾട്ടി വേരിയറ്റ് അനാലിസിസാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് ആൻഡ് കോമേഴ്സ് ആണ്. അതായത് ബിസിനസ്സിലും കോമേഴ്സിലും ഈ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന് എത്രമാത്രം ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അത് ഹെൽപ്ഫുള്ളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തതിലേക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ് മാനേജ്മെൻറ്റിലും അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യൂസസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് ആൻഡ് കൊമേഴ്സ് ആർ ഗിവൺ ബിലോ. ഒന്നാമത്തെ കാര്യം, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് റിലേറ്റഡ് ടു ഇൻവെൻട്രി കൺട്രോൾ. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻവെൻട്രി കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇൻവെൻട്രി കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുന്നവരെയുള്ള ആ ഒരു സ്റ്റേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യത്യസ്ത കാര്യങ്ങളാണ് നമ്മൾ ഇൻവെൻട്രി എന്നൊക്കെ പറയുക, സ്റ്റോക്ക് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അതിൽ ഇൻവെൻട്രി കൺട്രോളിന് വേണ്ടി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ. അതായത് ഒരൊറ്റ ഓർഡറിൽ ഒരു ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട്, നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് എത്ര ക്വാണ്ടിറ്റിയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചുള്ള ആ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അല്ലേ, പെർ ഓർഡർ അല്ലേ. അതായത് നമ്മൾ പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്. അതായത് ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും, അതായത് കൂടുതൽ നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഹോൾഡ് ചെയ്യുന്ന കോസ്റ്റ് കൂടും. അതായത് സൂപ്പർവിഷൻ ചാർജ്, സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ ഒരുക്കണം അല്ലേ. അതായത് നമുക്ക് കുറച്ചാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബൾക്ക് ആയിട്ട് വാങ്ങിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഒന്നും കിട്ടുകയില്ല, കൂടിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഇൻവെൻട്രി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകൾ പല ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ പരിമിതമാണെങ്കിൽ അതിന് എങ്ങനെ നമുക്ക് ഒപ്റ്റിമലായിട്ട് അലോക്കേഷൻ നടത്താം, അത് നല്ല രീതിയിൽ നമുക്കതിനെ അലോക്കേഷൻ നടത്താമെന്നുള്ളതാണ്. അതായത് സ്കേഴ്സ് റിസോഴ്സസ് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താതിനെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അത് പ്രോഡക്റ്റ് മിക്സ് ഷെഡ്യൂൾ എന്ന കാര്യത്തിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസൊക്കെ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് ഡിസിഷൻ ട്രീ അനാലിസിസ് ആൻഡ് സിമുലേഷൻ. ഡിസിഷൻ ട്രീ അനാലിസിസ് ആൻഡ് സിമുലേഷൻ, അതായത് നമ്മൾ ഒരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വ്യക്തമല്ലെങ്കിൽ, അൺസർട്ടനിറ്റി ഉള്ളപ്പോൾ നമ്മൾ ബെസ്റ്റ് ഡിസിഷൻ എങ്ങനെ എടുക്കാം, അത് നമുക്കൊരു ഡിസിഷൻ ട്രീയും ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ബെസ്റ്റ് ബിസിനസ് പ്ലാൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും അണ്ടർ ചേഞ്ചിങ് മാർക്കറ്റ് കണ്ടീഷന് എന്നുള്ളതാണ് ഈ ഒരു ഡിസിഷൻ ട്രീ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് ക്യൂയിങ് തിയറി. മറ്റൊരു തിയറിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഉപയോഗിക്കുന്ന ക്യൂയിങ് തിയറി. അപ്പോൾ അത് നമുക്ക് ഇവിടെ മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ് ആൻഡ് സർവീസിങ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഇൻ ക്യൂസ്. അതായത് കസ്റ്റമേഴ്സ് ഒത്തിരി ക്യൂ നിൽക്കുന്നത് അതിൻ്റെ പരമാവധി ടൈം കുറയ്ക്കുക, അവർക്ക് ബെസ്റ്റ് സർവീസ് ഓഫർ ചെയ്യുക, അതിൻ്റെ ഭാഗമായിട്ട് ബെസ്റ്റ് സർവീസ് അങ്ങനെ കൊടുക്കുക. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. റെഡ്യൂസിങ് ദ വെയിറ്റിംഗ് ടൈം അല്ലേ, ആൻഡ് ഇംപ്രൂവ്സ് ദ സർവീസ് ഇൻ ക്യൂസ്. അപ്പോൾ ക്യൂ പരമാവധി കുറച്ചുകൊണ്ട് നല്ല സർവീസ് കൊടുക്കുക, അതിനു വേണ്ടിയുള്ള തിയറിയാണ് ക്യൂയിങ് തിയറി. അത് നമ്മൾ ബിസിനസ്സിലും മറ്റ് സർവീസ് മേഖലകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് പെർട്ടൺ സി പി എം പോലുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ഷെഡ്യൂളിങ്, നമ്മളൊരു വലിയ പ്രോജക്റ്റിലേക്കാണെങ്കിൽ അതിനെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമുക്ക് എയർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ടൈം അതെല്ലാം ഫിക്സ് ചെയ്തുകൊണ്ട് വലിയൊരു പ്രോജക്റ്റിനെ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പെട്ടെന്ന് അത് പൂർത്തിയാക്കുന്ന രീതിയിൽ അതിനുപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് പെർട്ടും CPM ഒക്കെ എല്ലാം. ദെൻ ഇതിൻ്റെയൊക്കെ നിങ്ങൾ പേരുകൾ ഓർത്തിരുന്നാൽ മതി. ഹയർ ക്ലാസ്സുകളൊക്കെ ചെല്ലുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനും അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹെൽപ്പ് ദ ബിസിനസ് ഓണ്ടർപ്രണർ ടു ടേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് വെദർ എ കമ്പനി ക്യാൻ സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയും അതിൻ്റെ ഒരു സക്സസ് എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. ദ ഡാറ്റ റിഗാർഡിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദി പ്രൊഡക്ട്സ് ക്യാൻ ബി കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ് ടു ടേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് ദ ന്യൂ ബിസിനസ്. ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യത്തിന് ഡിമാൻഡ് കിട്ടുമോ, നമ്മുടെ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിനുവേണ്ടിയുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ എല്ലാം കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത്
നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് അല്ലേ. ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയായിരിക്കും, സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് ലാഭം കിട്ടും, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ റിഗ്രഷൻ അനാലിസിസും കോറിലേഷൻ അനാലിസിസും ഇൻട്രപൊളേഷനും എക്സ്ട്രാപൊളേഷനും ഒക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളാണ്. അതെല്ലാം നമുക്ക് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യും. ദെൻ ദ ടെക്നിക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, SQC എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അത് ഇമ്പ്രൂവൈസേഷനും അതിൻ്റെ മെയിൻ്റനൻസുമാണ് SQC ആണ് ഉദ്ദേശിക്കുന്നത്. അതുവഴി നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത് ബിസിനസ്സിലും സർവീസ് ഇൻഡസ്ട്രിയിലും എല്ലാത്തിലും ഈ ഒരു QTയും അതിൻ്റെ ആപ്ലിക്കേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, തിയറിയായിട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം QTയിൽ കുറേ തിയറികൾ എങ്ങനെയാണെങ്കിലും വരും. അപ്പോൾ അതിൽ ഇന്ന് പഠിച്ചിരിക്കുന്ന ഈ തിയറി ഒപ്പം തന്നെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലെ തിയറിയൊക്കെ വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.